സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലായത് ഇന്ന് സുപ്രീം കോടതി അറിയിക്കും. സാങ്കേതിക സർവകലാശാല VC-ആയി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-ആയി സിജി ഗോപിനാഥിനെയും നിയമിക്കാൻ ധാരണയായിട്ടുണ്ട്. നാളെ കേസ് വീണ്ടും പരിഗണിക്കും. ഇരുവരുടെയും പേരുകൾ കോടതി അംഗീകരിക്കാനാണ് സാധ്യത. കെ പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഇതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സമവായം കോടതി അംഗീകരിക്കും. ഒടുവിൽ സർക്കാർ ഗവർണർക്ക് വഴങ്ങി എന്ന് തന്നെ പറയാം. സിസ തോമസിനെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. കോടതിയുടെ സെർച്ച് കമ്മിറ്റി നാളെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നത്. അതിനു മുമ്പാണ് സർക്കാർ ഈ മുൻകൂറായി ഇങ്ങനെ ഒരു സമവായത്തിലെത്തിയിരിക്കുന്നതും. കോടതി ഏത് തരത്തിലായിരിക്കും ഇനി ഈ കാര്യത്തെ കാണുക? രാജേഷ്, ഒന്നിലധികം തവണയാണ് ഈ കേരളത്തിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. ആ സമയത്ത് തന്നെ വളരെ കൃത്യമായി തന്നെ കോടതി നിലപാട് വ്യക്തമാക്കിയത് ഒരു സെർച്ച് കമ്മിറ്റി കോടതി തന്നെ അതിന് നിർദ്ദേശം നൽകുന്നു. സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടി തന്നെയാണ് ജസ്റ്റിസ് സുധാംശു ധൂലി അതിനെ ചെയർമാനൊക്കെ ആക്കിയത്. എന്നിട്ടും അത് സമവായത്തിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും കോടതി നേരിട്ട് നിയമനം നടത്തുമെന്നാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുമ്പോൾ ഗവർണറോടും അതുപോലെ തന്നെ സർക്കാരിനോടും പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പേരുകൾ, ആ പേരുകൾ ഒപ്പം തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ, ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും ഹാജരാക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിരുന്നു. ഒറ്റപ്പേരിലേക്ക് എത്തി ആ പേര് സമർപ്പിക്കാനാണ് ജസ്റ്റിസ് സുധാംശു ധൂലിക്ക് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാരും ഗവർണറും ഒക്കെ പോകുന്നൊരു സമയത്താണ് ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആ ഒരു സമവായം ഇപ്പോൾ രണ്ടുപേരും നിയമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തിയായത് തുടങ്ങിയ കാര്യങ്ങളാണ് സുപ്രീം കോടതി അറിയിക്കുക. നാളെ ഹർജി പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാനിരുന്ന സ്വാഭാവികമായും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ കാര്യത്തിൽ ഇനി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നുള്ളതാണ് പ്രധാനമായും സുപ്രീം കോടതിയെ അറിയിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അതല്ലാതെ ആയിരുന്നെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയ ഒരു സാഹചര്യം കൂടി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സുപ്രീം കോടതി നേരിട്ട് നിയമനം നടത്താനുള്ള നീക്കത്തിലേക്ക് എത്തിയാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. കാരണം ഇനി വരുന്ന VC നിയമനങ്ങളിലും സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടാവും. വലിയ തരത്തിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്കോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിലേക്കൊക്കെ തന്നെ കോടതി പോകാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ തൽക്കാലം ഗവർണറുമായി സമവായത്തിലേക്ക്, അതായത് സുപ്രീം കോടതി തീരുമാനങ്ങൾ അംഗീകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഗവർണറുമായി സമവായത്തിൽ എത്തുക എന്നുള്ളതായിരിക്കും സർക്കാർ ഉദ്ദേശിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിസ തോമസിനെയും സജി ഗോപിനാഥിനെയും തീരുമാനിച്ചുകൊണ്ടുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത്. അക്കാര്യമാണ് സുപ്രീം കോടതി അറിയിക്കുക. ഈ കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സുധാംശു ധൂലി തന്നെ വ്യക്തമാക്കുന്നത് രണ്ട് പേരുകളിലേക്ക് എത്താനുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഒരു സർവകലാശാലയ്ക്ക് ഒരാൾ ആ തരത്തിൽ തന്നെ ഒറ്റപ്പേരിലേക്ക് ചുരുക്കി ആ പട്ടിക കൈമാറാൻ അങ്ങനെ ഒരു തീരുമാനം അറിയിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കോടതി തീരുമാനം അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ കോടതിയുടെ അതൃപ്തി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചാൽ വിവിധ തലങ്ങളിൽ ചർച്ച നടത്തി വിവിധ സമയത്ത് ഈ ഹർജികൾ പരിഗണിക്കുന്നു, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്നിട്ടും ഇക്കാര്യത്തിൽ സമവായം എത്താൻ കഴിയാത്തതോടുകൂടി തന്നെയാണ് സുപ്രീം കോടതി നിർണായക ഇടപെടലുകൾ കഴിഞ്ഞ ദിവസം നടത്തിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ സർക്കാർ ഈ സമവായത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. രാജേഷ്.